ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നേന്ത്രക്കായ, അതായത് പച്ച ഏത്തക്കായ അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇതുവരെ ആരും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റിയായും അതുപോലെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ നേന്ത്രക്കായ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ പുഴുങ്ങിയതാണിത്. അത് ഇവിടെ മെഴുക്ക് പുരട്ടിയുടെ പരുവത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ, നമ്മൾ ഇറച്ചിക്ക് ബീഫിനൊക്കെ വെക്കുന്ന പോലെ തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി, വലിയ ഉള്ളി, കറിവേപ്പില. ഇത് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് തേങ്ങാക്കൊത്തെല്ലാം മൂപ്പിച്ച് ഉള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റി നമുക്ക് എടുക്കണം. കടുക്, വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഏറെക്കുറെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഒരുപാട് വേണ്ട. ബാക്കി നമ്മൾ ഏത്തക്ക ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആക്കാം. ഞാൻ ഏത്തക്ക പുഴുങ്ങിയപ്പോൾ അല്പം ഉപ്പിട്ടാണ് പുഴുങ്ങിയത്. അതായത് പച്ചക്ക പുഴുങ്ങി കഴിക്കാനും വേണ്ടി താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് പച്ചക്ക പുഴുങ്ങി കഴിച്ചാണ് അതിൻ്റെ ബാലൻസ് ഇരുന്ന കായ ഞാൻ ഇതുപോലൊക്കെ മെഴുക്ക് പുരട്ടാനായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. നിങ്ങൾക്കിനി ഇതുപോലെ മെഴുക്ക് പുരട്ടാൻ പച്ചക്കായ പുഴുങ്ങി എടുത്തിട്ടേ പറ്റുള്ളൂ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. പച്ചക്കായ ഡയറക്റ്റ് നമ്മൾ സാധാ മെഴുക്ക് പുരട്ടി വെക്കുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിയും തേങ്ങാക്കൊത്തുമൊക്കെ വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് ഇട്ടാലും മതി. പുഴുങ്ങിയ ഏത്തക്കായ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. നമുക്കത് കളയേണ്ട ആവശ്യവും വരികയില്ല. ഇനി ഇതിലേക്ക് അതിൻ്റെ ഒരു നടുഭാഗത്ത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഊറി വരും. ഇവിടേക്ക് നമുക്കത് ഒരല്പം പെരിഞ്ചീരകം പൊടിക്കാതെ തന്നെ മുഴുവനൊക്കെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഒരു അര സ്പൂണ് പെരിഞ്ചീരകം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇവിടെ കിടന്ന് ഫ്രൈ ആയി കിട്ടും. എല്ലാം കൂടെ ചേർത്ത് വെച്ച് കിട്ടുക. ഒരു 2 മിനിറ്റും കൂടെ ഇത് ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരണം. കാരണം നമ്മുടെ നേന്ത്രക്കായ വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് അത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളി ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗോൾഡൻ കളർ ആവുന്നതും വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രക്കായ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മതി. അതുകൊണ്ട് ഇത് അത്യാവശ്യം വഴന്ന് കിട്ടണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക്
ഈ കായ ഇട്ട് ഒരു മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇത് ഇടിച്ചതായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഏറെക്കുറെ വഴന്ന് കഴിഞ്ഞപ്പോൾ ഇട്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇടിച്ച് വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതും കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ഈ മീറ്റ് മസാല ഇതിൽ ഞാൻ മീറ്റ് മസാല പൊട്ടിച്ച് ഈ പാക്കറ്റിലിട്ടിട്ട് ഇതിലേക്ക് ഏലക്കായ ഇച്ചിരി എന്താ പറയുക ഇടിച്ച് ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഏലക്കായ ചേർക്കുന്നില്ല. അപ്പോൾ മീറ്റ് മസാല ഇതിൽ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മീറ്റ് മസാല, ഒരു സ്പൂൺ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇതിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകരുത്. സമയം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഏത്തക്കായ ചേർത്ത് കൊടുക്കുക. നല്ലപോലൊക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പോരാ, കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബാലൻസ് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇടയ്ക്ക് തുറന്ന് ഇളക്കി നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള നേന്ത്രപ്പഴം മെഴുക്കുവരട്ടി, നേന്ത്രപ്പഴമല്ല നേന്ത്രക്കായ മെഴുക്കുവരട്ടി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ മെഴുക്കുവരട്ടി ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, നമുക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റായിട്ടുള്ള നേന്ത്രപ്പഴം. വീണ്ടും ഞാൻ നേന്ത്രപ്പഴം എന്നാണ് പറയുന്നത്, സോറി, നേന്ത്രക്കായ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.